Staphylococcal food poisoning. Staphylococcal food poisoning, it is usually caused by contamination of food from infected human carriers. Contamination of food from infected human carriers ൻ്റെ contamination ഫുഡിൽ നിന്നിട്ടാണ് staphylococcal food poisoning cause ചെയ്യുന്നത്. If food is left for a longer time after cooking, the organism get an opportunity to multiply and produce enterotoxins. ഫുഡ് ലെഫ്റ്റ് ഫോർ എ ലോങ്ങർ ടൈം ആണെങ്കിൽ ആഫ്റ്റർ കുക്കിംഗ് ഓർഗാനിസം ഓപ്പർച്യൂണിറ്റി കിട്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ ആൻഡ് ഓൾസോ ടു പ്രൊഡ്യൂസ് എൻറ്ററോടോക്സിൻസ്. നോ വാട്ട് ഈസ് എൻറ്ററോടോക്സിൻ? ഏത് എൻറ്ററോടോക്സിൻ ആണ്, എങ്ങനെയാണ് എൻറ്ററോടോക്സിൻ നമ്മുടെ ബോഡിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത്. എൻറ്ററോടോക്സിൻ ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ നിയർലി 50% ഓഫ് സ്റ്റഫ് ഓറിയസ് സ്ട്രെയിൻ. എസ് ഓറിയസ് സ്റ്റെഫിലോകോക്കസ് ആണ്. എസ് ഓറിയസ് സ്ട്രെയിൻ. ഇറ്റ് ഈസ് എ പ്രീ ഫോംഡ് ടോക്സിൻ. വാട്ട് ഈസ് പ്രീ ഫോംഡ് ടോക്സിൻ? പ്രീ ഫോംഡ് ടോക്സിൻ എന്തുകൊണ്ടാണ് പറയുന്നത്? സെക്രറ്റഡ് ഇൻ ഫുഡ് ബിഫോർ കൺസപ്ഷൻ. ഫുഡ് കൺസ്യൂം ചെയ്തതിന് മുമ്പ് തന്നെ ഫുഡിൽ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവും. സാധാരണ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടായിരിക്കും വയറ്റിൽ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ ടോക്സിൻ ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രീ ഫോംഡ് ടോക്സിനാണ്. പ്രീ ഫോംഡ് ടോക്സിൻ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഫുഡിൽ തന്നെ ഈ ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫുഡ് ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്ത് ഇറ്റ് ക്യാൻ ആക്ട് റാപ്പിഡ്ലി ബിക്കോസ് ഫുഡ് കഴിക്കുന്നതിന് മുമ്പാണല്ലോ ഇതുണ്ടായത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ എത്തുമ്പോൾ തന്നെ ഇത് റാപ്പിഡ്ലി ആക്ട് ചെയ്യും. As a result, the incubation period is shorter. 1 to 6 hours ഉള്ളൂ incubation period എന്ന് പറയുന്നത്. Now, site of action. Site of action, the toxin stimulate the vagus nerve and vomiting center of the brain. It also appears to stimulate the intestinal peristaltic activity. ടോക്സിൻ്റെ സൈഡ് ഓഫ് ആക്ഷൻ വരുന്നത് വാഗസ് നെർവ് വൊമിറ്റിംഗ് സെൻറ്ററിലോ. കാരണം നമ്മുടെ ബോഡിയിൽ ടോക്സിൻ ചെന്നിട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം പുറത്ത് കളഞ്ഞിരിക്കും നോക്കുന്നത്. സോ വൊമിറ്റിംഗ് സെൻറ്റർ ഓഫ് ദി ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, വൊമിറ്റ് ചെയ്യാൻ വേണ്ടി. ആൻഡ് ഓൾസോ വാഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. ഇറ്റ് ഓൾസോ സ്റ്റിമുലേറ്റ് ഇൻഡസ്റ്റൈനൽ പെരിസ്റ്റാളിസിസ്. നമ്മുടെ ബോഡിയിൽ എങ്ങനെയൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമോ അത് എലിമിനേറ്റ് ആവും. നൗ സിംറ്റംസ്. സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയ്സണിംഗ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ നോസിയ, vomiting, occasionally diarrhea, hypotension and dehydration, and there is no fever. Symptom resolve within 8 to 10 hours. അപ്പോൾ സ്റ്റഫിലോകോക്കൽ ഫുഡ് പോയ്സണിങ്ങിന് എന്തൊക്കെ ഉണ്ടാവും? സാധാരണയായിട്ടുള്ള ഫുഡ് പോയ്സണിങ് പോലെ നോസിയ, വോമിറ്റിംഗ്, ഒക്കേഷണലി പെട്ടെന്നുണ്ടായ ഡയറിയ ആയിരിക്കും. ഒക്കേഷണലി ഡയറിയ വോമിറ്റിംഗ്, നോസിയ ഒക്കെ വരുമ്പോഴത്തേക്കും ഹൈപ്പോടെൻഷൻ, ഉള്ളിലുള്ള ബ്ലഡ് വോളിയം പറയുന്നതുകൊണ്ട് തന്നെ ഹൈപ്പോടെൻഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഡയറിയ എന്ന് പറയുമ്പോൾ വാട്ടർ ലോസ് കൂടുതലായിരിക്കും. സോ ഡീഹൈഡ്രേഷനും ഉണ്ടാവും. However, there is no fever. Food poisoning not associated with the fever ആണ് സ്റ്റഫൈലോകോക്കൽ ഫുഡ് പോയ്സണിങ്. ആൻഡ് ഇതിൻ്റെ സിംറ്റംസ് റിസോൾവ് വിത്തിൻ 8 to 10 hours. മോസ്റ്റ് കോമൺ സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ഇസ് എ ഫുഡ് ഹാൻഡിലർ ഹൂ ഇസ് എ കാരിയർ ഓഫ് സ്റ്റഫൈലോകോക്കസ്. സ്റ്റഫൈലോകോക്കസിൻ്റെ കാരിയർ ആയിട്ടുള്ള ഒരു ഫുഡ് ഹാൻഡിലറിൻ്റെ കയ്യിൽ നിന്നായിരിക്കും മോസ്റ്റ് കോമൺ ആയിട്ട് സ്റ്റഫൈലോകോക്കൽ ഇൻഫെക്ഷൻ, ഫുഡ് പോയ്സണിങ് കൂടുതലായിട്ടും സ്പ്രെഡ് ആവുന്നത്. ആൻഡ് ദർ ഇസ് എ സെക്കൻഡറി സ്പ്രെഡ്. മോസ്റ്റ് കോമൺ ഫുഡ് ഐറ്റംസ്. ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ള മോസ്റ്റ് കോമൺ ഫുഡ് ഐറ്റംസ് ആണ് ഹാം, പോൾട്രി, സലാഡ്, മയോണീസ്, പേസ്ട്രീസ് ആൻഡ് ഡയറി പ്രൊഡക്ട്സ്. സ്റ്റഫൈലോകോക്കൽ എൻട്രോടോക്സിൻസ്. സ്റ്റഫൈലോകോക്കൽ എൻട്രോടോക്സിൻസ് എന്ന് പറയുമ്പോൾ ദേ ആർ ഹീറ്റ് സ്റ്റേബിൾ ടോക്സിൻസ് ആയിരിക്കും. ദേ ആർ ഹീറ്റ് സ്റ്റേബിൾ. ഹീറ്റ് സ്റ്റേബിൾ എന്ന് എന്തുകൊണ്ട് എടുത്തു പറയുന്നത്? ഈ ടോക്സിൻസ് എന്നുള്ളത് ഹീറ്റ് ലെബലിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്യാസ്ട്രിക് അസിഡിറ്റിയിൽ ചിലപ്പം അവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഹീറ്റ് സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ ദേ ക്യാൻ സർവൈവ് ഇൻ അവർ ഗ്യാസ്ട്രിക് അസിഡിറ്റി. ഗ്യാസ്ട്രിക് അസിഡിറ്റി എന്നല്ല, നമ്മുടെ ഗ്യാസ്ട്രിക് ആസിഡിനോട് സർവൈവ് ചെയ്യാൻ പറ്റും. മിക്ക ബാക്ടീരിയസും ഫംഗസും അങ്ങനത്തെ കാര്യങ്ങളല്ല, മിക്ക ഓർഗാനിസം, മൈക്രോ ഓർഗാനിസം നമ്മുടെ ഗ്യാസ്ട്രിക് ആസിഡിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവർ ഹീറ്റ് സ്റ്റേബിൾ ടോക്സിൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഗ്യാസ്ട്രിക് ആസിഡ് ഉണ്ടെങ്കിലും ടോക്സിൻ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ഇറ്റ് ഈസ് റെസിസ്റ്റൻറ്റ് ടു ഗ്യാസ്ട്രിക് ജ്യൂസ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ സീറോടൈപ്പിംഗ്. Serotyping enterotoxins can be typed into 15 serotypes A, E, G, P. All act as super antigens. 15 serotypes ഉണ്ടെന്ന് പറഞ്ഞല്ലോ. 15 serotypes സൂപ്പർ ആൻറ്റിജൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി സൂപ്പർ ആൻറ്റിജൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാം. സൂപ്പർ ആൻറ്റിജൻസ് ആർ എ ക്ലാസ് ഓഫ് ആൻറ്റിജൻ ദാറ്റ് റിസൾട്ട്സ് ഇൻ എക്സസീവ് ആക്ടിവേഷൻ ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം, സ്പെഷ്യലി ദാറ്റ് കോസസ് നോൺ സ്പെസിഫിക് ആക്ടിവേഷൻ ഓഫ് T cells, results in polyclonal T cell activation and massive cytokine release. അപ്പം ഈ സൂപ്പർ ആൻറ്റിജൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൻലി എക്സസീവ് ആക്ടിവേഷൻ ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ എക്സസീവ് ആക്ടിവേഷൻ ഉണ്ടാക്കും. ആൻഡ് എന്തുണ്ടാക്കും? പോളിക്ലോണൽ T cell ആക്ടിവേഷൻ കാരണം മാസീവ് സൈറ്റോകൈൻ റിലീസ് ഒക്കെ ഉണ്ടാക്കി കുറേ ഇൻഫ്ലമേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. Now, type A is the most common cause of food poisoning and serotype F does not cause food poisoning.
ടൈപ്പ് എയുടെ സ്പെഷ്യാലിറ്റി ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കും. പക്ഷേ ടൈപ്പ് എഫ് എന്ന് പറയുമ്പോഴത്തേക്ക് സീറോ ടൈപ്പ് എഫ് എന്ന് പറയുമ്പോഴത്തേക്ക് ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കില്ല, പക്ഷേ ടോക്സിക് ഷോക്ക് സിൻഡ്രോം ഉണ്ടാക്കും. ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ നോസിയ, വോമിറ്റിംഗ്, ഡയറിയയുടെ ഒക്കെ ഒരു സിവിയർ ഫോം ഉണ്ടാക്കും. Then detection of enterotoxins in the food is carried out by ELISA or latex agglutination test or detection by multiplex PCR. For PCR, latex agglutination and ELISA are the test used. Treatment വേണ്ടി either entirely supportive by correcting the fluid and electrolyte imbalance. ഫസ്റ്റ് ORX ഒക്കെ കൊടുത്തിട്ട് സ്റ്റെബിലൈസ് ചെയ്യും. ഇതാണ് ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഇനി ഇൻ ഷോർട്ട് സ്റ്റഫിലോകോക്കൽ ഫുഡ് പോയ്സണിങ്ങിനെ കുറിച്ച് പറയാൻ പോകും. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഷോർട്ട് ടെസ്റ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ്, ഷോർട്ട് ടെസ്റ്റ് അല്ല, ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കുന്ന ഒരു കുഞ്ഞ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് സ്റ്റഫിലോകോക്കൽ ഫുഡ് പോയ്സണിങ്. ആദ്യം പറയുന്നത് കണ്ടാമിനേഷൻ, എന്ത് കണ്ടാമിനേറ്റ് ആക്കുന്നതെന്ന്. ഫുഡ് ഫ്രം ഇൻഫെക്റ്റഡ് ഹ്യൂമൻ കാരിയേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ടാമിനേഷൻ എവിടുന്ന ഹ്യൂമൻ കാരിയേഴ്സ്, ഇൻഫെക്റ്റഡ് ഹ്യൂമൻ കാരിയേഴ്സ് എന്നായിരിക്കും കണ്ടാമിനേഷൻ വരുന്നത് ഫുഡിന്. അതുപോലെ തന്നെ ഫുഡ് ലെഫ്റ്റ് ഫോർ എ ലോങ്ങർ ടൈം ആഫ്റ്റർ കുക്കിംഗ് ഓർ ക്യാൻസർ ഓൾസോ ക്യാൻ മൾട്ടിപ്ലൈ ആൻഡ് ഗ്രോ പ്രൊഡ്യൂസ് എൻട്രോടോക്സിൻസ്. എൻട്രോടോക്സിൻസ് എന്ത് എൻട്രോടോക്സിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? പ്രീഫോംഡ് ടോക്സിൻസ്. പ്രീഫോംഡ് എന്ന് പറയുമ്പോൾ ഫുഡ് ഉള്ളിൽ ചെല്ലുന്നതിന് മുമ്പേ ടോക്സിനായിട്ട് ടോക്സിക് ആയിട്ട് മാറിയിട്ടുണ്ട് ഫുഡ്. ആ ഫുഡാണ് കഴിക്കുന്നത്. അപ്പം ഉള്ളിൽ ചെല്ലുന്ന ടോക്സിൻ എന്നുള്ളത് ആക്റ്റീവ് റാപ്പിഡ്ലി ആൻഡ് ഇൻക്യുബേഷൻ പീരീഡ് ഈസ് അബൌട്ട് 1 to 6 hours. സൈറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇത് സ്റ്റിമുലേറ്റ്, നമ്മൾ പുറത്തേക്ക് കളയാനാണ് നോക്കേണ്ടത്. അപ്പോൾ വൊമിറ്റിംഗ് സെൻറ്ററിൻ്റെയും ഇൻഡസ്റ്റൈനൽ പെരിസ്റ്റാളസിസും കൂട്ടും. അങ്ങനെ ഏതൊക്കെ വിധത്തിൽ പുറത്തേക്ക് വിടാവോ അത് വൊമിറ്റിംഗ് എന്ന് പറയുമ്പോൾ വൊമിറ്റിംഗ് സെൻറ്റർ ഓഫ് ദി ബ്രെയിനിനെ ആക്ടിവേറ്റ് ആവും, സ്റ്റിമുലേറ്റഡ് ബൈ ദി വാക്സിൻ വേഗസ് നെർവ് ആൻഡ് ഇൻഡസ്റ്റൈനൽ പെരിസ്റ്റാലിറ്റിക് പെരിസ്റ്റാലിറ്റിസ് ഇൻഡസ്റ്റൈനൽ മോട്ടിലിറ്റി കൂട്ടും. ഈ സിംറ്റംസ് എന്ന് പറയുമ്പം നോസിയ, വൊമിറ്റിംഗ്, ഒക്കേഷണൽ ഡയറിയ, ഹൈപ്പോടെൻഷൻ ആൻഡ് ഡീഹൈഡ്രേഷൻസ്. ഫീവർ ഉണ്ടാകത്തില്ല, റിസോൾവ് വിത്തിൻ 8 to 10 hours. മോസ്റ്റ് കോമൺ സോഴ്സ് എന്തായിരിക്കും? കാരിയേഴ്സ് ആണ്, ഫുഡ് ഹാൻഡിലേഴ്സ് ആയിട്ടുള്ള കാരിയേഴ്സ്. ദെൻ മോസ്റ്റ് കോമൺ ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ് ഇൻവോൾവ് ആവുന്നത്? ഹാം, പോൾട്രി, സലാഡ്, മയോണീസ്, പേസ്ട്രീസ് ആൻഡ് ഡയറി പ്രൊഡക്ട്സ്. സ്റ്റഫിലോകോക്കൽ എൻട്രോടോക്സിൻ ഇസ് എ ഹീറ്റ് സ്റ്റേബിൾ ടോക്സിൻ. വൈ ഹീറ്റ് സ്റ്റേബിൾ? ബിക്കോസ് ഇറ്റ് ഈസ് റെസിസ്റ്റൻറ്റ് ടു ഗ്യാസ്ട്രിക് ജ്യൂസ്. ദെൻ സീറോടൈപ്പിംഗ് എന്ന് പറയുമ്പോൾ എൻട്രോടോക്സിൻ ക്യാൻ ബി ടൈപ്ഡ് ഇൻ 15 സീറോടൈപ്സ്. ഇവിടെ സൂപ്പർ ആൻറ്റിജൻസ് ഉണ്ട്, നേരത്തെ പറഞ്ഞത് സൂപ്പർ ആൻറ്റിജൻസ് എന്താണ്? 15 സീറോടൈപ്സും സൂപ്പർ ആൻറ്റിജൻ ആയതുകൊണ്ട് തന്നെ ടൈപ്പ് ഈസ് ദി മോസ്റ്റ് കോമൺ കോസ് ഓഫ് ഫുഡ് പോയ്സണിങ്. ആൻഡ് ടൈപ്പ് എഫ് എന്ന് പറയുമ്പോൾ ഫുഡ് പോയ്സണിങ് ഉണ്ടാക്കുന്നില്ല, ബട്ട് ഇറ്റ് കോസസ് ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറയുമ്പോൾ വൊമിറ്റിംഗ്, നേരത്തെ പറഞ്ഞു വൊമിറ്റിംഗ്, ഡയറിയ ഒരു എക്സസ് കുറച്ചുകൂടെ സിവിയർ ആയിട്ടുള്ളൊരു സ്റ്റേജ്. ഡിറ്റക്ഷൻ ഓഫ് ദി എൻട്രോടോക്സിൻ യൂസിങ് ELISA, PCR, ലാറ്റക്സ് അഗ്ലൂട്ടിനേഷൻ ടെസ്റ്റ്. ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ട്രീറ്റ്മെൻറ്റ് എന്താ കൊടുക്കുന്നത്? കറക്റ്റിംഗ് ദി ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്.